Welcome back to the discussion on growth of charge in an LCR circuit. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ LCR സർക്യൂട്ടിലെ ചാർജിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മളൊരു പെർട്ടിക്കുലർ കേസ് വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡെറിവേഷൻ സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, ആ ഡെറിവേഷനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്നുള്ള കണ്ടിന്യൂവേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ ഏതായിരുന്നു? ഇക്വേഷൻ 11 ആണ്. അതായത് ദ ചാർജ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, അല്ലേ, കപ്പാസിറ്ററിലുള്ള ചാർജിൻ്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. പക്ഷേ ആ ഇക്വേഷൻ ഒരിക്കലും എന്തല്ല, ജനറൽ ഇക്വേഷൻ അല്ല. കാരണം ഇവിടെ രണ്ട് കോൺസ്റ്റൻറ്റുകളുണ്ട്, A1 ആൻഡ് A2. അപ്പം ഈ A1ഉം A2ഉം കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ ഇതെന്താവുള്ളൂ, നമുക്ക് ജനറലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനായിട്ട് മാറുള്ളൂ. കാരണം ഇവിടെ A1ൻ്റെ വാല്യൂ എന്താണെന്നറിയില്ല, A2ൻ്റെ വാല്യൂ എന്താണെന്നറിയില്ല. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതായിരുന്നു: Q ഈക്വൽ ടു Q0 പ്ലസ് A1 e റൈസ് ടു മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് A2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി. ഇവിടെ നിങ്ങൾക്കറിയാം ഒമേഗ 0 സ്ക്വയർ എന്ന് പറയുന്നത് 1/LC ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ R/L, അല്ലേ, R/L എന്ന് പറയുന്നത് എന്താണ്, 2K ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇനി നമുക്കിതിൻ്റെ കണ്ടിന്യൂഷൻ, അതായത് നമ്മുടെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ദ കോൺസ്റ്റൻസ് A1 ആൻഡ് A2. അപ്പോൾ ഇവിടെ ഞാൻ A1ഉം A2ഉം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന ഒരു സിംഗിൾ കണ്ടീഷനാണ്. ദാറ്റ് ഈസ് വെൻ T ഈക്വൽ ടു 0, Q ഈക്വൽ ടു 0. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഗ്രോത്ത് ഓഫ് ചാർജ് ആണ്. ഞാൻ ആ സർക്യൂട്ട് ക്ലോസ് ചെയ്യാത്തോടത്തോളം കാലം എൻ്റെ കപ്പാസിറ്ററിൽ ചാർജ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ വെൻ T ഈക്വൽ ടു 0 ചാർജ് ഇല്ലല്ലോ, Q ഈക്വൽ ടു 0. ഇത് DK ആയിരുന്നെങ്കിൽ നേരെ തിരിച്ചുള്ള കണ്ടീഷനാണ് വരിക കേട്ടോ. അപ്പോൾ ഗ്രോത്ത് ആയതുകൊണ്ട് വെൻ T ഈക്വൽ ടു 0, Q ഈക്വൽ ടു 0. ഈ കണ്ടീഷൻ ഞാൻ ആദ്യം ഇക്വേഷൻ 11ലേക്ക് ഞാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇക്വേഷൻ 11 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക? ഞാൻ ഒന്ന് കുറച്ച് ബാക്കോട്ട് പോയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് പറയാം. സോ കണ്ടീഷൻ ആലോചിക്കുക, വെൻ T ഈക്വൽ ടു 0, Q ഈക്വൽ ടു 0. സോ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? 0 ഈക്വൽ ടു Q0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം വാല്യൂ, അല്ലേ. അപ്പോൾ അത് Q0 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് Q0ക്ക് മാറ്റമൊന്നുമില്ല. പ്ലസ് A1 ഇൻറ്റു ഇ റേസ് ടു, ഈ ബ്രാക്കറ്റിലുള്ള ടേം അവിടെ നിൽക്കട്ടെ. T നമ്മളെന്താ പറഞ്ഞത്, T ഈക്വൽ ടു 0 അല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ ടേം ഇൻറ്റു T ഈക്വൽ ടു 0 പറയുമ്പോൾ എന്ത് വരും, ഈ ടേം മൊത്തം 0 വരില്ലേ. സോ ഇ റേസ് ടു 0 1. സെയിം കണ്ടീഷൻ തന്നെയല്ലേ ഈ ഒരു ടേമിൽ, ഈ ഒരു ഇ റേസ് ടുവിൻ്റെ ടേമിലും വരുന്നത്. അപ്പം ഈ ഇ റേസ് ടുവിൻ്റെ ടേമും ഈ ഇ റേസ് ടുവിൻ്റെ ടേമും എന്തായിട്ട് മാറും, ഇ റേസ് ടു 0 ടേമുകളായിട്ട് മാറും. ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 11 എന്തായിട്ട് മാറും, 0 ഈക്വൽ ടു, ഇവിടെ Q0 വരും, ഇവിടെ A1, അല്ലേ. A1 ഇൻറ്റു ഇ റേസ് ടു 0 എന്ന് വരാം. A1 ഇൻറ്റു ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ A1. ഇവിടെയോ പ്ലസ് A2 ഇൻറ്റു ഇ റേസ് ടു 0, അഗെയിൻ A2. സോ നമ്മുടെ ഇക്വേഷൻ 0 ഈക്വൽ ടു Q0 പ്ലസ് A1 പ്ലസ് A2. ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. സോ A1 പ്ലസ് A2 ഈക്വൽ ടു എന്ത് വരും, ഇത് ഇങ്ങോട്ട് പോകുമ്പം മൈനസ് Q0. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 12. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഈ ഇക്വേഷൻ 11 ഞാനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ചാർജിനെ, നമുക്ക് കിട്ടിയ ഇക്വേഷൻ 11 എന്ന് പറഞ്ഞാൽ ആ ചാർജിൻ്റെ ഇക്വേഷനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ നോക്കാം. ഓക്കെ, സോ dQ/dt ഈക്വൽ ടു dQ0/dt, കാരണം ഫസ്റ്റ് ടേം Q0 ആയിരുന്നു. അപ്പം അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dQ0/dt പ്ലസ് സെക്കൻഡ് ടേം എന്തായിരുന്നു, A1 ഇ റേസ് ടു മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി ആണ്. അപ്പം ഇ റേസ് ടുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഇ റേസ് ടുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ പവർ ഇൻറ്റു ഇ റേസ് ടു ആ ടേം തന്നെ വരും, അല്ലേ. സോ നോക്കിയേ, ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത റിസൾട്ടാണ് ഞാനിവിടെ എഴുതുന്നത്. നിങ്ങളത് ചെയ്ത് നോക്കുക. നിങ്ങളത് ചെയ്തിട്ട് അതേ റിസൾട്ട് തന്നെയല്ലേ കിട്ടുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, സോ dQ/dt ഈക്വൽ ടു dQ0/dt പ്ലസ് A1 ഇൻറ്റു ഇ റേസ് ടുവിൻ്റെ പവർ എന്തായിരുന്നു, ഇതല്ലേ. അപ്പം മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി. ഓക്കെ, നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് അറിയാമല്ലോ. ഇ റേസ് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, അല്ലെങ്കിൽ ഇപ്പോൾ ഇ റേസ് ടു എം എക്സിനെയാണ് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ എം ഇൻറ്റു ഇ റേസ് ടു എം എക്സ് എന്നാണ് വരിക, അല്ലേ. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്, ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ കേട്ടോ. ഓക്കെ, പ്ലസ് A2 ഇൻറ്റു മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി.
ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഇക്വേഷൻ 11 ഞാൻ എന്ത് ചെയ്തു, വിത്ത് റെസ്പെക്ട് ടു ടൈം ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഇക്വേഷനാണത്. നിങ്ങളിത് ചെയ്ത് നോക്കണം, ചെയ്ത് നോക്കാതെ റിസൾട്ട് മാത്രമായിട്ട് എഴുതരുത്, ചെയ്ത് നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആൻസർ എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ വീണ്ടും നമ്മുടെ നേരത്തെ കണ്ടീഷൻ തന്നെ ഞാൻ കൊടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് വെൻ ടി ഈക്വൽ ടു 0 ക്യൂ ഈക്വൽ ടു 0. മാത്രമല്ല ടൈം 0 ആവുന്ന സമയത്ത് ചാർജ് ഇല്ലെങ്കിൽ ഡി ക്യൂ ബൈ ഡി ടി എന്തായിരിക്കും, ദാറ്റ് വിൽ ബി 0. അപ്പം കണ്ടീഷൻ എന്താണ്, വെൻ ടി ഈക്വൽ ടു 0 ഡി ക്യൂ ബൈ ഡി ടി ഈക്വൽ ടു 0 ആൻഡ് ക്യൂ ഈക്വൽ ടു 0. Now we can apply this condition in equation number 13. അപ്പോൾ 13 കൊടുത്ത് എന്ത് വരും, ഡി ക്യൂ ബൈ ഡി ടി 0, ഡി ക്യൂ 0 ബൈ ഡി ടി എന്താ വാല്യൂ വരിക, ഞാൻ പറഞ്ഞു Q0 എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് ചാർജാ, കോൺസ്റ്റന്റ് ആണ്. Q0 കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താ 0. സോ 0 ഈക്വൽ ടു 0 പ്ലസ്, ഇനി ഇവിടെ നോക്കാം, ഇവിടെ ടി ഈക്വൽ ടു 0 അല്ലേ, ടി ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ ഈ ടേം മൊത്തം 0 ആവും, അല്ലെങ്കിൽ ഇ റൈസ് ടു 0 എന്തായിട്ട് മാറും, 1 ആണ്. ഓക്കെ, പിന്നെ ഈ ടേം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം A1 ഇൻറ്റു മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ്, അടുത്തത് ഇവിടെ നോക്കിയേ, ടി ഈക്വൽ ടു 0 ആകുമ്പം ഈ ടേം മൊത്തം 0 ആവും, അപ്പം ഇ റൈസ് ടു 0 അഗെയിൻ 1. സോ തേർഡ് ടേം എന്ത് വരും, A2 ഇൻറ്റു മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ. അതല്ലേ ഞാനിവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ. അതായത് ഈ ഇ റൈസ് ടു ടേം രണ്ടും 1 ആയിട്ട് മാറും, കാരണം ടി ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇ റൈസ് ടു 0, ഇവിടെയും ഇ റൈസ് ടു 0, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, സോ ഇക്വേഷൻ 13 ഈ ഒരു രീതിയിൽ നമ്മൾ കണ്ടീഷൻ കൊടുത്തപ്പോൾ ഈ ഒരു രീതിയിലായിട്ട് മാറും. ഈ ഇക്വേഷൻ നോക്കിയേ, ഇവിടെ ഞാൻ ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്, ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് പറയാം, ഇവിടെ ഒരു മൈനസ് കെ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് കെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും നോക്കുമ്പോൾ നമുക്കൊരു മൈനസ് കെ കോമണാണ്. ഇപ്പം ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും, മൈനസ് A1 കെ പ്ലസ് A1 ഇൻറ്റു റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ വരും, പ്ലസ് ഇവിടെ എന്ത് വരും, മൈനസ് A2 കെ മൈനസ് A2 ഇൻറ്റു എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു മൈനസ് കെ ടേം ഉണ്ട്, ഇവിടെ ഒരു മൈനസ് കെ ടേം ഉണ്ട്, അത് കോമണാണ്. പിന്നെ ബാക്കി എന്താ വരിക, A1 പ്ലസ് A2, ശരിയല്ലേ. ഇനി ഈ ടേം നോക്കിയേ, ഈ സെക്കൻഡ് ടേമിൽ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ കോമൺ അല്ലേ, അപ്പം ബാക്കി എന്താ വരിക, ഇവിടെ ഒരു A1 കൊണ്ട് ഉണ്ടാവും, ഇവിടെയോ, ഇവിടെ മൈനസ് A2, കാരണം ഇതിന് മുന്നിലൊരു മൈനസ് ഉണ്ട്, മൈനസ് A2 അല്ലേ. അപ്പം ഞാൻ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് 0 ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു A1 പ്ലസ് A2 പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ, അത് കോമൺ ആണ്, ഇൻറ്റു ഇതാ ഇവിടെ ഞാൻ പറഞ്ഞു പ്ലസ് A1 ആണ്, ഇവിടെയോ മൈനസ് A2 ആണ്. ആ റിസൾട്ട് കാരണമാണ് ഇവിടെ എന്തായിട്ട് മാറിയത്, A1 മൈനസ് A2. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് ഒരാളും കൂടെ അറിയാം, വാട്ട് ഈസ് A1 പ്ലസ് A2. ഇക്വേഷൻ 12 പ്രകാരം A1 പ്ലസ് A2 എന്താ, മൈനസ് Q0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 0 ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു മൈനസ് Q0 പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു A1 മൈനസ് A2 അല്ലേ. മൈനസ് കെ ഇൻറ്റു മൈനസ് ക്യൂ പ്ലസ് കെ Q0 എന്നായിട്ട് മാറും അല്ലേ. ഓക്കെ, സോ 0 ഈക്വൽ ടു കെ Q0 പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു A1 മൈനസ് A2. ഓക്കെ, ഇനി ഞാൻ ഇവിടെ നിന്ന് ഈ ഇക്വേഷനിൽ നിന്ന് ഞാൻ A1 മൈനസ് A2 ആണ് കാണുന്നതെന്ന് വിചാരിക്കാം. അപ്പം A1 മൈനസ് A2 കാണുമ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യണം, ഇയാളെ ഈ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പം ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, മൈനസ് കെ Q0 വരും അല്ലേ. അപ്പോൾ മൈനസ് കെ Q0 ഈക്വൽ ടു ഈ ഒരു ടേമാണ് വരിക. പക്ഷേ എനിക്ക് വേണ്ട എന്താണ്, A1 മൈനസ് A2 മാത്രം പോരെ. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ഇയാളെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. സോ A1 മൈനസ് A2 ഈക്വൽ ടു മൈനസ് കെ Q0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. എന്തൊക്കെ, ഇക്വേഷൻ 12 പ്രകാരം A1 പ്ലസ് A2 ഈക്വൽ ടു മൈനസ് Q0 എന്നും കിട്ടി. ഇക്വേഷൻ 15 പ്രകാരം A1 മൈനസ് A2 എന്തും കിട്ടി, മൈനസ് കെ Q0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ എന്നും കിട്ടി. ശരിയല്ലേ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ, A1 ഉം A2 ആണ്. ഞാൻ ഈ രണ്ട് ഇക്വേഷൻ, അതായത് ഞാൻ ഇക്വേഷൻ 12 നേരത്തെ എഴുതിയതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് റീകോൾ ചെയ്യണതാ. ഇത് ഇക്വേഷൻ 12 ആണ്, ഇത് ഇക്വേഷൻ 15 നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ, എന്താ വരിക. ആഡ് ചെയ്യുമ്പം നമുക്ക് ആദ്യം LHS മാത്രം നോക്കി, നിങ്ങൾ ആഡ് ചെയ്യുമ്പം ഇവിടെ ഒരു A1 ഉണ്ട്, പ്ലസ് ഇത് വരുമ്പം ഇത് 2A1 വരും. പക്ഷേ ഇവിടെ A2 പ്ലസ് A2
ഇവിടെ -a2 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായിപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. സോ 2a1 ഈക്വൽ ടു ഇവിടെ RHS ആഡ് ചെയ്യുമ്പോൾ വരും -q0 പ്ലസ് -kq0 അല്ലേ. അപ്പോൾ പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് തന്നെയാണ്. സോ RHS എന്ത് വരും -q0 -kq0 ഡിവൈഡഡ് ബൈ √k² -ω0². ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു ആഡ് ചെയ്തപ്പം നമുക്ക് കിട്ടിയത് 2a1 ഈക്വൽ ടു -q0 -kq0 ഡിവൈഡഡ് ബൈ √k² -ω0². നിങ്ങൾ ശ്രദ്ധിച്ച ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാവും. ഈ രണ്ട് ടേമിലും -q0 കോമൺ ആണ് അല്ലേ. അപ്പോൾ എനിക്ക് -q0 പുറത്തേക്ക് എടുത്താലോ എന്ത് വരും -q0 × 1 - k ബൈ അല്ലേ, സോറി 1 അല്ല -q0 ആണ് പുറത്തേക്ക് ഇടുന്നത് അല്ലേ. അപ്പോൾ -q0 × 1 പ്ലസ് k ബൈ √k² -ω0² എന്ന് വരും. പക്ഷെ നമുക്ക് വേണ്ടത് 2a1 അല്ലല്ലോ, a1 അല്ലേ. അപ്പോൾ ഈ 2 കൊണ്ട് കൂടെ ഡിവൈഡ് ചെയ്യുക അല്ലേ, 2 കൊണ്ട് എന്ത് ചെയ്യുക നമുക്ക് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്തായിട്ട് വരും a1 ഈക്വൽ ടു -q0/2 ഇൻറ്റു 1 പ്ലസ് k ബൈ √k² -ω0². ഓക്കെ, അപ്പോൾ a1 കിട്ടാൻ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഇക്വേഷൻ 12 ആയിട്ടുള്ള a1 പ്ലസ് a2 ഈക്വൽ ടു -q0യും 15th ഇക്വേഷൻ ആയിട്ടുള്ള a1 മൈനസ് a2 ഈക്വൽ ടു -kq0 ഡിവൈഡഡ് ബൈ √k² -ω0² ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് 2a1 ഈക്വൽ ടു -q0 -kq0 ബൈ √k² -ω0² എന്നാണ് കിട്ടിയത്. അവിടെ നമ്മൾ എന്ത് ചെയ്തു -q0 രണ്ട് ടേമിലും കോമൺ ആയതുകൊണ്ട് -q0 കോമൺ ആയിട്ട് പുറത്തെടുത്തു. പക്ഷെ നമുക്ക് വേണ്ടത് a1 ആയതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ കോമൺ ആയിട്ട് ഒരു രണ്ടോട് ഡിവൈഡ് ചെയ്യും. അപ്പം a1 ഈക്വൽ ടു -q0/2 ഇൻറ്റു 1 പ്ലസ് k ബൈ √k² -ω0² എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഒരു കോൺസ്റ്റന്റ് നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ കോൺസ്റ്റന്റ് ഇട്ടാൽ നമുക്ക് എന്താ ചെയ്യുക, രണ്ടാമത്തെ കോൺസ്റ്റന്റ് ഇട്ടാൽ നിങ്ങൾക്ക് പല മെത്തേഡുകളുണ്ട്. വേണമെങ്കിൽ ഈ a1ന്റെ വാല്യൂ നിങ്ങൾക്ക് ഇക്വേഷൻ 12 കൊടുക്കാം. ഞാനതല്ലാതെ ഞാൻ മറ്റൊരു മെത്തേഡാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ 12ഉം ഇക്വേഷൻ 15ഉം സബ്സ്ട്രാക്ട് ചെയ്യാം. ഇക്വേഷൻ 12ഉം ഇക്വേഷൻ 15ഉം സബ്സ്ട്രാക്ട് ചെയ്യുമ്പം വി വിൽ ഗെറ്റ് 2a2 ഈക്വൽ ടു -q0 പ്ലസ് kq0 ബൈ √k² -ω0². അപ്പോൾ നോക്കിയേ 2a2 ഈക്വൽ ടു -q0 പ്ലസ് kq0 ബൈ √k² -ω0². ഓക്കെ, ഈ രണ്ട് ടേമിൽ -q0 കോമൺ ആണ് അല്ലേ. നമുക്ക് വേണ്ടത് a2മാണ്. അപ്പം a2 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ a2 മാത്രം ആക്കണമെങ്കിൽ ഈ 2 കൊണ്ട് ഒന്നെങ്കിൽ 2നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നോക്കുക, ഇവിടുന്ന് ഞാൻ ആദ്യം -q0 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പം -q0 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി ആരുണ്ടാവുക, ഇത് 1 ആയിട്ട് മാറും അല്ലേ. ഇവിടെ -q0 പുറത്തേക്ക് എടുക്കുന്നതുകൊണ്ട് ഈ സൈൻ എന്തായിട്ട് മാറും, ഓപ്പോസിറ്റ് സൈൻ ആയിട്ട് മാറും. സോ -q0 ഇവിടുത്തെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ -q0/2 ഇൻറ്റു 1 മൈനസ് k ബൈ √k² -ω0². ഇക്വേഷൻ നമ്പർ 17. അപ്പോൾ നോക്കി a1ന്റെ വാല്യൂ എനിക്ക് രണ്ട് ഇക്വേഷൻ 12ഉം ഇക്വേഷൻ 15ഉം ആഡ് ചെയ്തപ്പം കിട്ടി. ഇക്വേഷൻ 12ഉം ഇക്വേഷൻ 15ഉം സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ എനിക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടി, a2ന്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ഈ രണ്ട് വാല്യൂ നമ്മുടെ ഇക്വേഷൻ 11 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടായി. ഓക്കെ, സോ substituting the value of a1 and a2 in equation 11 we get q equal to q0 plus ഇനി a1 വരെ ആരാണ്ടായിരുന്ന -q0/2 ഇൻറ്റു 1 പ്ലസ് k ബൈ √k² -ω0² ഇൻറ്റു ഇവിടെ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ 11 ഉണ്ടായിരുന്ന ടേം ഏതാണെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇക്വേഷൻ 11 ഉണ്ടായിരുന്ന ടേം ഏതാ, e⁻k മൈനസ് വേണം പ്ലസ് ആയി കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് എടുത്ത ടേം ആണെങ്കിൽ പ്ലസ് ആയി കൊടുക്കാം. √k² -ω0² ഇൻറ്റു ടി, ഇതായിരുന്നു നമ്മുടെ ടേം. ഇതിനെനിക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ഇതിനെനിക്ക് വേണമെങ്കിൽ e⁻ കാരണം ടി രണ്ട് ടേമിന് കോമൺ ആണ്. അപ്പം e⁻ ഇൻറ്റു e⁻√k² -ω0² ഇൻറ്റു ടി എന്ന് എനിക്ക് എഴുതാം. അപ്പോൾ ഇതേപോലെ e⁻k മൈനസ് √k² -ω0² ഇൻറ്റു ടി ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, e⁻k ഇൻറ്റു ഇവിടെ എന്ത് ചെയ്താൽ മതി, ഒരു നെഗറ്റീവ് ഇതാ e⁻ √k² -ω0² ഇൻറ്റു ടി എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ആ രീതിയിൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, എൻ്റെ ഈ ഒരു ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം നോക്കുക, q ഈക്വൽ ടു q0 പ്ലസ് -q0/2
ഇൻറ്റു 1 പ്ലസ് കെ ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ, അതായത് A1ൻ്റെ വാല്യൂ ആയി, ഇൻറ്റു ഇ റൈസ് ടു ടേമിനെ ഞാൻ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു, ഇ റൈസ് ടു മൈനസ് കെ ടി ഇൻറ്റു ഇ റൈസ് ടു റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി, പ്ലസ് A2ൻ്റെ വാല്യൂ എന്തായിരുന്നു, മൈനസ് ക്യൂ 0 ബൈ 2 ഇൻറ്റു 1 മൈനസ് കെ ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ആണ്. അപ്പം ഈ വാല്യൂ മൈനസ് ആയതുകൊണ്ടാണ് ഈ പ്ലസ് എന്തായി മാറിയത്, മൈനസ് ആയി മാറിയത്. ഓക്കെ, ശരിക്കും പ്ലസ് A2 എന്നുള്ള ടേം ആണ്, പക്ഷേ A2ൻ്റെ വാല്യൂയിൽ ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഈ സൈൻ എന്തായി, നെഗറ്റീവായിട്ട്. ഓക്കെ, സോ മൈനസ് ക്യൂ 0 ബൈ 2 ഇൻറ്റു 1 മൈനസ് കെ ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു അഗെയിൻ ഞാൻ നേരത്തെ ഇവിടെ ചെയ്ത അതേ സംഭവം തന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. അപ്പം ഇ റൈസ് ടു മൈനസ് കെ ടി, ഒരു വ്യത്യാസം ഇവിടെ മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ആയിരുന്നെങ്കിൽ ഇവിടെ മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ആയിരുന്നു. അതുകൊണ്ട് എന്തായി, അതിന് മുന്നിൽ ചെറിയൊരു നെഗറ്റീവ് സൈൻ. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ നോക്കിയേ, ഈ ഇക്വേഷനിൽ കോമൺ ആയിട്ടുള്ള വല്ല ടേമുകളും ഉണ്ടോ? ആ ഉണ്ട്. ഏതാ? ദാ മൈനസ് ക്യൂ 0 ബൈ 2, ഇവിടെയും മൈനസ് ക്യൂ 0 ബൈ 2 ഉണ്ട്. മാത്രമല്ല ഇ റൈസ് ടു മൈനസ് കെ ടി ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. സോ വി ഹാവ് എ 2 കോമൺ ടേംസ് ഇൻ ദീസ് ഇക്വേഷൻ. ഏതൊക്കെയാ? ഒന്ന് മൈനസ് ക്യൂ 0 ബൈ 2, ഒന്ന് ഇ റൈസ് ടു മൈനസ് കെ ടി, അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് കോമൺ ആയിട്ടൊന്ന് പുറത്തേക്ക് എടുക്കാം. കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ക്യൂ ഈക്വൽ ടു ക്യൂ 0 മൈനസ് ക്യൂ 0 ബൈ 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ ടി, കോമൺ ആയി. ബ്രാക്കറ്റിൽ ഈ ടേം ബാക്കി ആരുള്ളത്, 1 പ്ലസ് കെ ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു, ഇയാളല്ലേ ഉള്ളൂ, ഇ റൈസ് ടു റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി. ഇവിടെ മൈനസ് ക്യൂ 0 ബൈ 2 ആണ് നമ്മൾ പുറത്തേക്ക് എടുത്തത്, അല്ലേ? അപ്പോൾ ഇവിടെ സിമ്പിൾ വീണ്ടും മാറുമല്ലോ, പ്ലസ് 1 മൈനസ് കെ ബൈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ഈ ടേം ഇ റൈസ് ടു മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഇൻറ്റു ടി. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ഗ്രോത്ത് ഓഫ് ചാർജ് ഇൻ എൻ LCR circuit. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, ദിസ് ഈസ് എ വാല്യൂ ഓഫ് ചാർജ് ഇൻ എ കപ്പാസിറ്റർ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഡ്യൂറിങ് ഗ്രോത്ത് ഓഫ് ചാർജ് ഇൻ എൻ LCR സർക്യൂട്ട്. ഒരു LCR സർക്യൂട്ടിൽ ചാർജ് ഗ്രോ ചെയ്യുന്ന സമയത്തുള്ള പെർട്ടിക്കുലർ ടൈമിലുള്ള കപ്പാസിറ്ററിലെ ചാർജിൻ്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഇക്വേഷൻ 18 നമുക്ക് പറഞ്ഞു തരുന്നതെന്നർത്ഥം. ഓക്കെ, so now we want to discuss some special cases regarding the growth of charge in an LCR circuit. പ്രധാനമായിട്ടും നമ്മൾ 3 കേസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ റിലേഷൻ ബിറ്റ്വീൻ കെ സ്ക്വയർ ആൻഡ് ഒമേഗ 0 സ്ക്വയർ. കെ സ്ക്വയർ വാല്യൂൻ്റെയും ഒമേഗ 0 സ്ക്വയറിൻ്റെ വാല്യൂൻ്റെയും റിലേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിനായിട്ട് സ്പെഷ്യൽ കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്പെഷ്യൽ കേസ് എന്താണ്, വെൻ കെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഒമേഗ 0 സ്ക്വയർ. വെൻ കെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഒമേഗ 0 സ്ക്വയർ. നോക്കിയേ, ഇതാണല്ലോ നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫോർ എ ചാർജ് അറ്റ് പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ഇവിടെ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ടേം ഉണ്ട്, ഇവിടെയും റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ 0 സ്ക്വയർ ഉണ്ട്. പക്ഷേ ഇത് ഡിഫറൻസ് ആണെങ്കിൽ കൂടെ കെ ഗ്രേറ്റർ ദാൻ ഒമേഗ 0 ആയതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഈ സ്ക്വയർ റൂട്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ റിയൽ ടേം, അല്ലെങ്കിൽ അതൊരു റിയൽ വാല്യൂ ആയിരിക്കും. ശരിയാണല്ലോ. ഇനി ഇവിടെ നോക്കുക, ഇത് അപ്പം എന്തായാലും ഡിഫറൻസ് ആണ് വരുന്നത്, അല്ലേ? പക്ഷേ ഇവിടെ ഒരാൾ നോക്കിയേ, ഇ റൈസ് ടു മൈനസ് കെ ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു കെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഒമേഗ 0 സ്ക്വയർ. അപ്പോൾ കെൻ്റെ വാല്യൂ കൂടുതലാണ് ഒമേഗ 0-നേക്കാളും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടേമിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, ഇ റൈസ് ടു നെഗറ്റീവ് ടേമാണ്. സോ ആസ് കെൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ടേം എന്ത് ചെയ്യും, അല്ലെങ്കിൽ ടൈം കൂടുന്നതിനനുസരിച്ച് ഈ ടേം എന്ത് ചെയ്യും, ഈ ടേം ഫാൾസ് ടു 0. ഓക്കെ, അപ്പോൾ നോക്കുക, in this case root of k square minus omega 0 square is a real term. The term e raised to minus kt becomes 0 faster when compared to the term e raised to root of k square minus omega 0 square into t. ഞാൻ പറഞ്ഞു ഇതതിൻ്റെ ഡിഫറൻസ് ആയതുകൊണ്ട് ഈ വാല്യൂ കുറവായിരിക്കും, പക്ഷേ ഈ വാല്യൂയിൽ ആര് മാത്രമേ ഉള്ളൂ, കെ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഈ ഒരു ടേമിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു ടേമിൽ ഒമേഗ 0 സ്ക്വയർ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഒമേഗ 0 എന്ന് പറഞ്ഞാൽ ആരാ, 1/LC, അല്ലെങ്കിൽ ഒമേഗ 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒമേഗ 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാ, 1/LC. അതായത് ഒരു സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുന്ന ആളാണ് ആര്, ഒമേഗ 0 സ്ക്വയർ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദിസ് ടേം ഈസ് എൻ ഓസിലേറ്ററി ടേം. ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓസിലേറ്ററി ടേം ആണ്. അപ്പോൾ ഇവിടെ ഓസിലേറ്ററി ടേമിനോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഇ റൈസ് ടു മൈനസ് കെ ടി ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്.
കാരണം ഇയാളാണ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നത്, ഫാൾ ചെയ്യുന്നത്, ഇയാളല്ല. So we can say that here the exponential term e raised to minus kt dominates the oscillatory term e raised to plus or minus root of k square minus omega 0 square into t. അതുകൊണ്ട് തന്നെ the charge increases exponentially but at a lower rate. നോക്കുക, ഇവിടെ നമ്മുടെ ഇക്വേഷൻ, ഞാൻ നേരത്തെ ഇക്വേഷൻ നോക്കുക, ഇവിടെ ഈ ഒരു വാല്യൂ പെട്ടെന്ന് തന്നെ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, ഈ ഒരു വാല്യൂ പെട്ടെന്ന് തന്നെ കുറയുമെന്ന് പറഞ്ഞു അല്ലേ. ഈ വാല്യൂ പെട്ടെന്ന് കുറയാന്ന് പറഞ്ഞാൽ ഈ ടേം മൊത്തമല്ലേ കുറയുന്നത്, അപ്പം നമ്മുടെ ചാർജ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് എക്സ്പോണൻഷ്യലി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നത് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു ഓസിലേറ്ററി ടേം ഉള്ളതും കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ റേറ്റ് വളരെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ സ്ലോ റേറ്റ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, ഇൻക്രീസ് ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഓവർ ഡാംപ്ഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഓവർ ഡാംപ്ഡ് ഓസിലേറ്ററി ഗ്രോത്ത് ഓഫ് ചാർജ് അല്ലെങ്കിൽ ഡെഡ് ബീറ്റ് കണ്ടീഷൻ. അപ്പം ഡെഡ് ബീറ്റ് കണ്ടീഷനോ ഓവർ ഡാംപ്ഡ് സിറ്റുവേഷൻ എന്ന് പറയാൻ കാരണം കെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഒമേഗ 0 സ്ക്വയർ. ഇവിടെ ഞാൻ ഒരാളും കൂടി എഴുതിയിട്ടുണ്ട് അല്ലേ. ഇതെന്താണ് അറിയോ, എന്താ കെ സ്ക്വയറിൻ്റെ വാല്യൂ എന്താ, കെൻ്റെ വാല്യൂ എന്താ, r/2 അല്ല, കാരണം 2k ഈക്വൽ ടു r/l ഉണ്ടായിരുന്നു. അപ്പോൾ k ഈക്വൽ ടു r/2l, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും, r²/4l² വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ 0 സ്ക്വയറിൻ്റെ വാല്യൂ 1/LC. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ഒരു കണ്ടീഷൻ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കണ്ടീഷൻ എഴുതിയാൽ മതി. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഓവർ ഡാംപ്ഡ് സിറ്റുവേഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഗ്രാഫ് നോക്കുക. ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്. ടൈം എക്സ് ആക്സിസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, വൈ ആക്സിസിൽ ചാർജാണ്. Q0 ഈസ് ദ മാക്സിമം ചാർജ്. അപ്പം ഓവർ ഡാംപ്ഡ് ആവുന്ന സമയത്ത് സ്ലോ റേറ്റ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, ഇത് ഇൻക്രീസ് ചെയ്യുള്ളൂ. സോ ആ സ്ലോ റേറ്റ് ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ദിസ് ഈസ് ദ ഗ്രാഫ് ഫോർ ഓവർ ഡാംപ്ഡ് കണ്ടീഷൻ. നമ്മൾ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ കണ്ടീഷൻസും നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ സ്പെഷ്യൽ കേസും ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ 3 കേസുകൾ നമ്മൾ എന്ത് ചെയ്യും, ഒരൊറ്റ സിംഗിൾ ഗ്രാഫിൽ നമ്മൾ വരയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് ആണെന്ത്, വെൻ കെ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താ, r²/4l² ഈക്വൽ ടു 1/LC. കാരണം എന്താ, 2k ഈക്വൽ ടു r/l ആണ്, അല്ലെങ്കിൽ k ഈക്വൽ ടു r/2l ആണ്. അപ്പോൾ ആ കണ്ടീഷനാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഒന്നെങ്കിൽ കെ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ, അല്ലെങ്കിൽ r²/4l² ഈക്വൽ ടു 1/LC. ഈ കണ്ടീഷൻ ആവുന്ന സമയത്ത് എന്താണ് പ്രത്യേകത നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ഇക്വേഷൻ 18ലേക്ക് പോവാം. ഇക്വേഷൻ 8, യെസ്, നമ്മുടെ കണ്ടീഷൻ എന്താ പറഞ്ഞാൽ, കെ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ അല്ലേ. നോക്കിയേ, കെ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ 0 സ്ക്വയർ ആകുമ്പം ഈ ടേം എന്തായി പോകും, 0 ആവില്ലേ. അപ്പം e⁻⁴. ഇവിടെയോ, ഇവിടെയും e⁻�0, കാരണം ഈ ടേം 0 ആയി കഴിഞ്ഞാൽ പിന്നെ ഏത് ടൈം ആയിക്കോട്ടെ e⁻�0. അപ്പോൾ 1ഉം ഇവിടെയും 1 ആയി. ഇനി നോക്കുക, 1 + k/√k² - ഒമേഗ 0 സ്ക്വയർ പ്ലസ് 1 - k/√k² - ഒമേഗ 0 സ്ക്വയർ. ഇവിടെ ഒരു പ്ലസ് k/√k² - ഒമേഗ 0 സ്ക്വയർ ടേം ഉണ്ട്, ഇവിടെ ഒരു -k/√k² - ഒമേഗ 0 സ്ക്വയർ ടേം ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ കട്ട് ചെയ്തുപോലെ പിന്നെ ആരേ ഉണ്ടാവുള്ളൂ, 1 + 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, q ഈക്വൽ ടു Q0 - Q0/2 e⁻⁻ kt ഇൻറ്റു 1 + 1 അല്ലേ. നോക്കാം, യെസ്. സോ ആ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടി q ഈക്വൽ ടു Q0 - Q0/2 ഇൻറ്റു e⁻⁻ kt ഇൻറ്റു 1 + 1. അപ്പോൾ ഇവിടെ 2 വരും അല്ലേ, 2ഉം 2ഉം കട്ട് ചെയ്തു പോകും. സോ ബാക്കി എന്തായി, Q0 - Q0 ഇൻറ്റു e⁻⁻ kt, അല്ലെങ്കിൽ Q0 കോമൺ അല്ലേ, സോ Q0 ഇൻറ്റു 1 - e⁻⁻ kt, അല്ലെങ്കിൽ Q0 ഇൻറ്റു 1 - e⁻⁻ r/2l ഇൻറ്റു t സിൻസ് k ഈക്വൽ ടു r/2l. അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ ചാർജിൻ്റെ ഇക്വേഷൻ എന്താണ്, ഈ ഒരു രീതിയിലേക്കായിട്ട് മാറുകയാണ് അല്ലേ. സോ ദിസ് ഇക്വേഷൻ ഷോസ് ദാറ്റ് ചാർജ് ഇൻക്രീസസ് വിത്തൗട്ട് എനി ഓസിലേഷൻ ടു ദ മാക്സിമം വാല്യൂ. നോക്കിയേ, ഇവിടെ ഏതെങ്കിലും ഓസിലേഷൻ ടേം ഉണ്ടോ, ഇവിടെ ഒമേഗ 0ൻ്റെ ഏതെങ്കിലും ഒരു ടേം ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ഇല്ല. അതിനർത്ഥം എന്താ, ഇവിടെ ഓസിലേഷൻ ഒന്നും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സർക്യൂട്ടിലെ ചാർജ് ഇപ്പം ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദിസ് ഇക്വേഷൻ ഷോസ് ദാറ്റ് ചാർജ് ഇൻക്രീസസ് വിത്തൗട്ട് എനി ഓസിലേഷൻ ടു ദ മാക്സിമം വാല്യൂ ഇൻ എ വെരി ഷോർട്ട് ടൈം. അപ്പം ചെറിയൊരു സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇത് അതിൻ്റെ മാക്സിമം വാല്യൂയിലേക്ക് എത്താൻ നോക്കും, ബിക്കോസ് ദർ ഈസ് നോ ഓസിലേറ്ററി ടേം. ഈ ഒരു കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്,
ക്രിട്ടിക്കൽ ഡാംപ്ഡ് ഗ്രോത്ത് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡാംപ്ഡ് കണ്ടീഷൻ എന്ന് പറയും. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതായത് ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന സർക്യൂട്ടിലെ ചാർജ് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത് നോക്കുക. ഇതാണ് ക്രിട്ടിക്കൽ ഡാമ്പിൻ്റെ കണ്ടീഷനിലുള്ള ചാർജ് എക്സ്പോണൻഷ്യലി ഗ്രോത്ത്. അതായത് കമ്പയർഡ് ടു ഓവർ ഡാംപ്ഡ് കണ്ടീഷനെക്കാളും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഇത് അതിൻ്റെ മാക്സിമം വാല്യൂയിലേക്ക് എത്താനുള്ള രീതിയിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ.